ഇടപെടുകയാണ്. ശ്രീത് പണിക്കർ, ഇത് ഉദ്യോഗസ്ഥരുടെ പിടി കൂടുതൽ കർശനമായിട്ട് ഇത്തരം സംഘടനകളുടെ മേൽ വീഴും. ഇതൊരു ആശങ്കയാണ്. ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്ന ആശങ്ക ഈ പറയുന്ന പോലെ മതപരിവർത്തന ശ്രമം എന്നുള്ള വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ പണം ഉപയോഗിച്ച്, വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഈ മതപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, ജീവകാരുണ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ ഈ മതപരിവർത്തന ശ്രമം എന്നുള്ള വാക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ആരോപിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇവയുടെ ലൈസൻസ് റദ്ദാക്കാം, പിഴ ചുമത്താം, പിന്നെ ഫണ്ട് വിദേശത്ത് നിന്ന് വരുന്നത് തടയാം, നിയമ നടപടികളിലേക്ക് കടക്കാം. ഇതാണ് സഭകളുടെ ആശങ്ക. ഇത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ ഈ ബില്ല് കൊണ്ടുവന്നത്, FCRA നിയമ ഭേദഗതി എന്നുള്ള കാര്യത്തിന് വേണ്ടി. പക്ഷേ അതന്ന് പ്രതിഷേധം കാരണം നടന്നില്ല. ഇപ്പോൾ അതിൽ ഈ ചട്ടങ്ങൾ പുതുക്കി നിശ്ചയിക്കുന്നത് വഴി അതേ കാര്യത്തിലേക്ക് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാർ വരുന്നത്. അതാണ് സഭ ആശങ്കപ്പെടുന്നത്. ശ്രീ മഞ്ജുഷ്, ആ ബില്ലിന് തുല്യമായിട്ടല്ല ഇപ്പോഴത്തെ ഈ റൂൾസ് വന്നിരിക്കുന്നത്. കാരണം അതിൽ നിന്നുള്ള പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ നേരത്തെ പഴയ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആ പെൻഡിങ് ആയിട്ടുള്ള ബില്ലിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇതിനൊരു അതോറിറ്റിയൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അതൊന്നും ഇവിടെ തൽക്കാലമില്ല. അപ്പോൾ അതായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നം. നോക്കൂ, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം, മതപരിവർത്തനത്തിനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള ഒരു ആരോപണത്തിനെ മുൻനിർത്തിക്കൊണ്ട് ആരെയെങ്കിലും നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വിദേശ ഫണ്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നുവെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയണമായിരുന്നു. പക്ഷെ ചിലർക്ക് മാത്രം കൺസേൺ, ചിലർക്ക് കൺസേൺ ഇല്ല. ഇനി പറയുന്ന ആൾക്കാർക്ക് തന്നെ ഇതല്ല അവർ പറയുന്ന കൺസേൺ. ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ചർച്ചയിൽ ഒപ്പമുള്ള ശ്രീ സാജു ജേക്കബ്, അഭിഭാഷകൻ, അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ അതില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, സ്വതന്ത്ര അവകാശവും സ്വയംഭരണ അവകാശവും നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏത് സ്വതന്ത്ര അവകാശമാണ് നഷ്ടപ്പെടുന്നത്? ഏത് സ്വയംഭരണ അവകാശമാണ് നഷ്ടപ്പെടുന്നത്? ഒന്നും നഷ്ടപ്പെടുന്നില്ല. അബ്സല്യൂട്ട് റൈറ്റ് ഒന്നുമല്ല FCRA എന്ന് പറയുന്നത്. വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നതിന് ശേഷം ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാം എന്ന രീതിയിലത്തേക്കുള്ള അബ്സല്യൂട്ട് റൈറ്റ് അതിനില്ല. അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഒരു തരത്തിലുള്ള സ്വതന്ത്ര അവകാശമോ സ്വയംഭരണ അവകാശമോ ഇതിൽ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറയുന്ന കാര്യം മാത്രമാണ്. രണ്ട്, ഒരു സംസ്ഥാനത്തുള്ള പ്രവർത്തനത്തിനെ മറ്റൊരു സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചാൽ അത് കേന്ദ്രത്തിനെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അറിയിച്ചാൽ എന്താ പ്രശ്നം? അറിയിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ ഇവിടെ NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്, FCRA കിട്ടുന്ന ഓർഗനൈസേഷൻസും കിട്ടാത്ത ഓർഗനൈസേഷൻസും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൽ ഒന്നാണത്, ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്, നാളെ കർണാടകയിൽ കൂടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പുതുച്ചേരിയിൽ കൂടി പ്രവർത്തിക്കണം. അത് ഫോർമലായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതുകൊണ്ട് എന്ത് തരത്തിലുള്ള സ്വയംഭരണാവകാശവും സ്വാതന്ത്ര്യവുമാണ് നഷ്ടപ്പെടുന്നത്? അപ്പോൾ ഇതൊക്കെ വെറുതെ വാദത്തിന് വേണ്ടി പറയുകയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, 2011 റൂൾസിൽ ബ്രോഡായിട്ടുള്ള കുറേ കാറ്റഗറികൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് റിലീജിയസ് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നതിനെ എന്തൊക്കെ ആവാം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതിൽ അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ട്. 105 കാരണങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ഏത് അവകാശമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ശ്രീ സാജു ജേക്കബ് പറയണം. പള്ളി പണിയാം, മതം പഠിപ്പിക്കാം, മൊറാലിറ്റി പഠിപ്പിക്കാം, തിയോളജി പഠിപ്പിക്കാം, കൺവെൻഷൻ നടത്താം, പുസ്തകം എഴുതാം, പഴയ പുസ്തകങ്ങളും സ്ക്രിപ്റ്റേഴ്സും കണ്ടെത്തി സംരക്ഷിക്കാം, ഗോത്ര വിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാം, ആചാരം സംരക്ഷിക്കാം, ആരാധനാ സമ്പ്രദായത്തിനെ സംരക്ഷിക്കാം, പിൽഗ്രിം സപ്പോർട്ട് ചെയ്യാം, പിൽഗ്രിംസിന് വേണ്ടുന്ന എല്ലാ അമ്യൂണിറ്റീസും കൊടുക്കാം, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ പോലെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ നൽകാം, ഫുഡും ഷെൽട്ടറും നൽകാം, മെഡിറ്റേഷനുള്ള സൗകര്യങ്ങൾ ചെയ്യാം, ആത്മീയമായിട്ടുള്ള മ്യൂസിക് ഉണ്ടാക്കാം, പ്രാർത്ഥിക്കാം, തിയേറ്ററുകൾ ഉണ്ടാക്കാം, എല്ലാ രേഖകളുടെയും ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറ്റും. ഏത് അവകാശവും നഷ്ടപ്പെട്ടു? ഏതെങ്കിലും ഒരു അവകാശം ചെയ്തുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രൊസലൈറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കില്ല, മതപരിവർത്തനം എന്ന് പറയുന്നത് നടക്കില്ല. അതൊരു അവകാശമാണോ? അല്ല. അത് ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് പറ്റില്ല. നമുക്കറിയാമല്ലോ, നമുക്ക് ആർട്ടിക്കിൾ 25 അനുസരിച്ച് മതത്തിനെ പ്രാക്ടീസ് ചെയ്യാം, പ്രൊഫസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. അത് മാത്രമേ പറ്റുകയുള്ളൂ. ഈ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതിൽ മതപരിവർത്തനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പഴയൊരു കേസ് ഉണ്ടായിരുന്നു 1977. അദ്ദേഹം ശ്രീ സാജു ജേക്കബിന് അറിയാമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 1977 സുപ്രീം കോടതിയിൽ വന്നിരുന്ന റവറൻഡ് സ്റ്റാനിസ്ലവ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. ആ കേസിൽ സുപ്രീം കോടതിയുടെ ഓർഡർ എന്താ? ഓൾമോസ്റ്റ് 60 വർഷം മുമ്പ് വന്നിരിക്കുന്ന ഓർഡറിനെ പറ്റിയാണ്, 50 വർഷം മുമ്പ് വന്നിരിക്കുന്ന ഓർഡറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് യുവർ റിലിജിയൻ എന്ന് പറയുന്നതിനകത്ത് റൈറ്റ് ടു കൺവേർഷൻ എന്നൊരു കാര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസലൈറ്റൈസേഷന് വേണ്ടി പറ്റില്ല എന്ന് പ്രത്യേകമായിട്ട് ഇതിൽ എഴുതി കഴിഞ്ഞാൽ പ്രൊസലൈറ്റൈസേഷൻ എന്ന് പറയുന്നതിന് പ്രത്യേകമായിട്ട് നിർവചിക്കേണ്ടുന്ന കാര്യമില്ല. അത് ഈ രാജ്യത്തിന്റെ നിയമപ്രകാരം അതിലുള്ളതാണ്. തന്നെയുമല്ല, മതപരമായിട്ടുള്ള അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 25 പറയുന്നതിൽ
ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്തിൽ ഏത് അവകാശമാണ് നഷ്ടപ്പെട്ടത്? അതായത് 2011 റൂൾസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്, ഒരു NGOയ്ക്ക്, ഒരു പള്ളിക്ക് ഏത് അവകാശമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയുക അതിൽ എനിക്കിപ്പോൾ എന്നുള്ളത്. അഡ്വക്കേറ്റ് സാജു ജേക്കബ് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത് അദ്ദേഹം ആശങ്കയായിട്ട് പറഞ്ഞത് ഉദ്യോഗസ്ഥർക്ക് അത് വ്യാഖ്യാനിക്കാം എന്നാണ്, ഈ ശ്രമം എന്നാണല്ലോ ഈ പറയുന്ന മതപരിവർത്തന ശ്രമം. അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ലൈസൻസിൽ പിടിവീഴുമെന്നാണ്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണം ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു ചെറിയ കാര്യം പറയാം, വളരെ ചെറിയൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വേൾഡ് വിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO, ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO, ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO കഴിഞ്ഞ 2 വർഷത്തിൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്ന, വളരെ ചുരുക്കമായിട്ടുള്ള, അതായത് സംഘടനയല്ല ബാൻ ചെയ്തിരിക്കുന്നത്, FCRA ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, NGOകളാണ്. എന്തായിരുന്നു കാരണം? മതപരിവർത്തനം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ട് സ്വീകരിക്കുന്നു. അതിന് തെളിവോട് കൂടിയിട്ട് അവിടെ വന്നു, അവരുടെ അത് ക്യാൻസലേഷനായി. നിയമ നടപടികൾ എവിടെ എത്തി? അതിനെ ചാലഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ എവിടെയെങ്കിലും വിജയിച്ചോ? ഇല്ല. 2014 ശേഷം 20,000-ലധികം ഓർഗനൈസേഷൻസിന്റെ, NGOസിന്റെ ലൈസൻസ് ഒന്നുകിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെ റദ്ദ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് അത് റിവോക്ക് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമ്മളെന്താ ഈ പറയുന്നത്? ഒരു തരത്തിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസും ഇല്ലാതെ വെറുതെ ഇന്ന ആൾക്കാർ അവരങ്ങ് മതപരിവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നാണോ കരുതുന്നത്? ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ട്, ജാർഖണ്ഡില്, മണിപ്പൂരില്, പക്ഷെ അതിന് ഇവർ പറയുന്നത് ഇതിൽ പാർലമെന്റിൽ പോലും ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, എന്തിനാണ് ലൈസൻസ് റദ്ദാക്കിയത്? അപ്പോൾ രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് വെളിപ്പെടുത്താനാകില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയതെന്നാണ്. അല്ല, ഇത് ആ സംഘടനയുമായി ബന്ധപ്പെട്ടതിന്റെ പരിപാടികൾ നടക്കുന്ന സമയത്ത് കോടതിയിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ജാർഖണ്ഡിലെ, മണിപ്പൂരിലെ, മഹാരാഷ്ട്രയില് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ പ്രവർത്തിച്ചിരിക്കുന്ന നിരവധി ഇവാഞ്ചലിക്കൽ സംഘടനകളുടെ FCRA ലൈസൻസ് റദ്ദായിട്ടുണ്ട്. 13-ലധികം NGOകളുടെ ലൈസൻസ് റദ്ദായിട്ടുണ്ട്. കാരണം എന്തായിരുന്നു? ട്രൈബൽ കൺവേർഷൻസ്. ട്രൈബൽ ഏരിയയിൽ പോയി ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇത് നോക്കിയാൽ മതി, പ്രൊസലൈറ്റൈസേഷൻ പറ്റില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് 3 സ്ഥലങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ആ എഴുതിയിരിക്കുന്നതിലെ ഒന്ന് വായിച്ചു നോക്ക്. അത് ട്രൈബൽ കൺവേർഷൻസ് നടക്കില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. ട്രൈബൽ ആചാരങ്ങളെ നിങ്ങൾക്ക് റീജുവനേറ്റ് ചെയ്യാം, റിവൈവ് ചെയ്യാം, പക്ഷെ അവിടെ കൺവേർഷൻ പറ്റില്ല. കൺവേർഷൻ ചെയ്യേണ്ടെന്നേ. കൺവേർഷൻ ചെയ്യാൻ ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ആർക്കാ? ഇത് ചർച്ചിൽ മാത്രമല്ലല്ലോ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.